ഉദ്ദേശത്തോടുകൂടെ ഒരു വലിയൊരു ക്യാമ്പസ് അജ്ജാവരയിൽ, സുള്ളിയ താലൂക്കിലെ അജ്ജാവരയിൽ വരികയാണ്. അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞ മാസം മെയ് 16-ാം തീയതി നമ്മുടെയൊക്കെ അഭിമാനമായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ഈ ക്യാമ്പസ് കർണാടകയിൽ ആദ്യമായിട്ടാണ് സമസ്തയ്ക്ക് കീഴിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്ഥാപനം വരുന്നത്. നമ്മളൊക്കെ മറ്റുള്ള ആശയങ്ങളുടെ സ്ഥാപനങ്ങളിൽ പോയി സമസ്തയുടെ പ്രവർത്തകരുടെ മക്കൾ മറ്റുള്ള ക്യാമ്പസിലേക്ക് പോയി പഠിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടായേ തീരൂ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ഏകദേശം വലിയൊരു ക്യാമ്പസ് 3 കോടി രൂപ ചെലവിട്ട് വലിയൊരു ക്യാമ്പസ് നിർമ്മിക്കാൻ പോവുകയാണ്. നല്ല സൗകര്യത്തോടുകൂടെ പെൺകുട്ടികൾക്ക് നിന്ന് പഠിക്കാൻ സമസ്ത നേരിട്ട് നടത്തുന്ന സിലബസ്, SNECയുടെ സിലബസ് അനുസരിച്ച് അവർക്ക് മതവും ഭൗതികവും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു യാത്ര ജൂൺ 22-ാം തീയതി കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇങ്ങേയറ്റമായ കല്ലുകുണ്ടിയിൽ നിന്ന് ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഹൃദയപൂർവ്വം എന്ന് മലയാളത്തിൽ പേരുള്ള ഹൃത്പൂർവക എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനുമായിട്ടാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. യാത്രയുടെ ഉദ്ദേശം SKSSFന്റെ കർണാടകയിലുള്ള മുഴുവൻ ശാഖകളിലേക്കും ഈ ഒരു സ്ഥാപനത്തിൻ്റെ മെസ്സേജ് എത്തണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, സമസ്തയുടെ ആദ്യത്തെ ഒരു ക്യാമ്പസാണ്, ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ വരുന്നത്. അപ്പോൾ അത് എല്ലാ ശാഖാ പ്രവർത്തകർക്കും അതിൻ്റെ മെസ്സേജ് എത്തുകയും എന്നിട്ട് ഇതിൻ്റെ പ്രവർത്തകർ, ഓരോ ശാഖയിലെ പ്രവർത്തകരും ഇതിൻ്റെ അഭിമാനികളാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു യാത്ര തിരിഞ്ഞത്. ഇന്ന് രാവിലെ ഞങ്ങൾ കടബ സോണിലേക്ക്, ആദ്യം ഈ ശാഖയിലേക്കാണ് എത്തിയത്, നെക്കര എന്ന് പറയുന്ന ശാഖയിലേക്ക്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുമായിട്ട് ഞങ്ങൾ ഈ കടബ സോൺ മുഴുവനും ചുറ്റിക്കറങ്ങി ഇതിൻ്റെ മെസ്സേജ് കൈമാറി അവിടെയൊക്കെ കാണാനുള്ള പ്രമുഖരെയൊക്കെ സമസ്തയുടെ പ്രവർത്തകരെയൊക്കെ കണ്ട് ഇതിൻ്റെ മെസ്സേജ് എത്തി. കാരണം നമുക്കിത് ബാധ്യതയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്റ്റേറ്റിൽ സമസ്തയുടെ ഒരു വലിയൊരു സ്ഥാപനം വരുമ്പോൾ ഇതിൻ്റെ സഹകാരികൾ നമ്മളൊക്കെ ആവേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്, നമുക്ക് ഒരു അഭിമാനം കൂടിയാണ്. കാരണം ആൺകുട്ടികളുടെ സ്ഥാപനം എത്രയോ ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ, പള്ളി ദർസുകളുണ്ട്. പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ കേരളത്തിലേക്ക് പോകണം, അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആശയക്കാരുടെ സ്ഥാപനത്തിലേക്ക് പോകണം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷണം നമ്മൾ മാറ്റിയെടുത്തേ തീരും. അപ്പോൾ പെൺകുട്ടികളുടെ സ്ഥാപനമാകുമ്പോൾ നല്ലൊരു സൗകര്യം വേണം, അതേപോലെ തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. എല്ലാം കൊണ്ടും അതിൻ്റെ SNEC സമസ്ത നിർദ്ദേശിക്കുന്ന നിയമപ്രകാരം അതിൻ്റെ എഞ്ചിനീയർ എസ്റ്റിമേറ്റ് ഏകദേശം 3 കോടി, എല്ലാ ചെലവുകളും അന്വേഷിച്ച് അതിൻ്റെ 3 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ശാഖയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് തരണം. കാരണം ഞങ്ങളുടെ ശാഖയിലേക്ക് തരണം. എന്നിട്ട് ഈ ശാഖയുടെ പ്രവർത്തകർ ആ സ്ഥാപനവുമായി ഒരു ബന്ധമുണ്ടാക്കണം. ഇത് SKSFന്റെ സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര തിരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഏകദേശം 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 18,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് വരാൻ പോകുന്നത്. 18,000 സ്ക്വയർ ഫീറ്റ് അതിൻ്റെ സ്ഥലം, അതേപോലെ തന്നെ കമ്പൗണ്ട്, എല്ലാ നിലക്കുള്ള സ്ഥലത്ത് ആകുമ്പോൾ 3 കോടി രൂപയാണ് പ്രൊജക്റ്റിലുള്ളത്. ഇൻഷാ അല്ലാഹ് 1500 രൂപ എന്നുള്ള നിലക്ക് നിങ്ങളെ ശാഖയിലെ പ്രവർത്തകർ വാട്സപ്പിൽ ഒരു കളക്ഷൻ ചെയ്ത് കഴിയുന്നത്ര സ്ക്വയർ ഫീറ്റുകൾ ഈ നെക്കര ശാഖയിൽ നിന്ന് ഏൽപ്പിച്ചാൽ അത് വളരെ സന്തോഷമായിരിക്കും. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിന് ഇതൊരു കാരണമായിരിക്കും. അങ്ങനെയുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര തിരിച്ചത്. ഈ മെസ്സേജ് ഒരുപക്ഷെ നിങ്ങൾ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തകർ 4 പേര് ഓടിയെത്തിയത് തന്നെ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായി ഇൻഷാ അല്ലാഹ് ഞങ്ങളത് രേഖപ്പെടുത്തിയിരിക്കും. അള്ളാഹു നിങ്ങൾ ഇതിന് സമയം കണ്ടെത്തിയതും ഈ ഒരു സൗകര്യം തന്നതിനും അള്ളാഹു വലിയൊരു പ്രതിഫലം നാളെ ആഖിറ ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ കച്ചവടത്തിൽ അള്ളാഹു